അബുദാബി നാഷണൽ ഓയിൽ കമ്പനി എന്ന അഡ്നോക്കിന്റെ 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെ വീണ്ടും ആക്രമണം. ഇറാനാണ് ആക്രമണം നടത്തിയത്. അതേസമയം സൗദിയിലെ ജിസാനിലുള്ള അരാംകോയുടെ ഓയിൽ റിഫൈനറിക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തി. സംഭവങ്ങളെ GCC രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിനിടെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി എന്ന അഡ്നോക്കിന്റെ 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. സംഭവം ഉണ്ടായതായി അബുദാബി നാഷണൽ ഓയിൽ കമ്പനി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും കമ്പനി വ്യക്തമാക്കി. അതേസമയം ആക്രമണത്തെ UAE ശക്തമായി അപലപിച്ചു. ഇത് രാജ്യാന്തര സമുദ്രപാതകളിലെ സുരക്ഷയെ തടസ്സപ്പെടുത്തുന്ന നടപടിയാണ്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾ ഉടൻ നിർത്തലാക്കണം. പ്രാദേശിക സുരക്ഷയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയും ഉറപ്പാക്കാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകണമെന്നും UAE ആവശ്യപ്പെട്ടു. സമീപകാലത്തായി അഡ്നോക്കിന്റെ വിവിധ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. ഇതിനിടെ തെക്കൻ സൗദി അറേബ്യയിലെ ജിസാനിലുള്ള സൗദി ആരാംകോ റിഫൈനറിയിൽ വ്യാഴാഴ്ചയും ഡ്രോൺ ആക്രമണം നടന്നു. യമനിലെ ഹൂതി വിമതരാണ് ആക്രമണം നടത്തിയത്. 2 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റിഫൈനറി ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. യമൻ വ്യോമാതിർത്തി ലംഘിച്ചതിനുള്ള മറുപടിയാണ് ഈ ആക്രമണങ്ങളെന്നും ഹൂതികൾ പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. ജയ് ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.